സമയം 8 കഴിഞ്ഞു. ആദ്യമോ അവനെ അന്വേഷിച്ചു പോയവരെ കണ്ടില്ല. ആമിക്ക് ഉള്ള മരിച്ചുപോലെ തോന്നി. ആദ്യയുടെ ശബ്ദം കേൾക്കാതെ അവനെ കാണാതെ ഒരു വട്ടം പോലും നിൽക്കാൻ കഴിയില്ല എന്നവൾ അത്ഭുതത്തോടെ ചിന്തിച്ചു. അവൾ താൻ അടിമപ്പെട്ടു. സ്വന്തം മനസ്സാക്ഷിയോട് അവൾ ചോദിച്ചു. അവളുടെ കൈകൾ കഴുത്തിലെ താലിയിലേക്ക് നീണ്ടു. ആമി മോളെ, നീ ഏതെങ്കിലും കഴിക്ക്. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ലല്ലോ. കത്രീന അവൾ അടുത്തേക്ക് വന്ന് പറഞ്ഞു. ആബിയുടെ തോളിൽ നിന്ന് തലയുയർത്തി വേണ്ട എന്ന രീതിയിൽ തലയനക്കി. ഇങ്ങനെ ഇരുന്ന എങ്ങനെ കൊച്ചേ? കത്രീന അവളുടെ മുടിയിൽ തലോടി. ആദ്യേട്ടനെ കാണാതെ എനിക്കൊന്നും വേണ്ട അമ്മേ. ഏട്ടൻ എവിടെയാണെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. ആബി അത്ഭുതത്തോടെ നോക്കി. അവളിലെ മാറ്റം അറിഞ്ഞ് അവൾ ഉള്ളിൽ ഒരു തരി സന്തോഷമെങ്കിലും ആദ്യേ കാണാത്ത സങ്കടം അവളിലും ഉണ്ടായിരുന്നു. ആമി വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. വാതിൽ തുറന്ന് ആദിയുടെ മുറിയിലേക്ക് കയറി. ഉറക്കമില്ലാത്ത അവന്റെ രാവുകൾ കൂട്ടായി നിൽക്കുന്ന ആ ജനൽ കമ്പകൾ അവൾ തൊട്ടു. ജനലിൽ തലമുട്ടിച്ച് അവൾ കണ്ണീർ വാർത്തു. പെട്ടെന്ന് പടികൾ ഇറങ്ങി അവൾ മുറ്റത്തേക്ക് ഓടി. ആ ഓട്ടം അവസാനിച്ചത് കുടമാളൂർ അമ്മയുടെ മുന്നിലായിരുന്നു. കയ്യിലെ വെറ്റില അവിടെ വെച്ച് കണ്ണുകൾ അടച്ചു മുട്ടുകുത്തിയിരുന്ന് കൈകൂപ്പി. എന്റെ ഭഗവതി, എന്തിനെന്നിങ്ങനെ നോവിക്കുന്നത്? ഒന്ന് കഴിഞ്ഞ് ഒന്നായി എന്തിനാ എന്നോടിങ്ങനെ? എവിടെ എന്റെ ആദ്യേട്ടനെ കാണാഞ്ഞിട്ട് മനസ്സ് വിങ്ങുന്നു. എന്തോ പറ്റിയതുപോലെ മനസ്സ് പറയാ. ഒരാപത്തും വരുത്തല്ലമ്മേ, കാത്തോണെ നീ. ഇതെല്ലാം എന്റെ തോന്നലും മാത്രാവണേ. ഒന്ന് കാണിച്ചു തനിക്ക്. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഒന്ന് കണ്ട മാത്രം മതി. കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോഴും കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. സർപ്പക്കാവിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹം നടക്കുമെന്നാണ് പറയാറ്. ദേവി അത് നടത്തിത്തരും. അമ്മച്ചിയുടെ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് വന്നു. സർപ്പക്കാവിലേക്കുള്ള വഴിയിൽ ഒരു നിമിഷം അവൾ നോക്കി. അറിയാതെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മുൻപോട്ട് നടന്നു. കാട് മൂടിയ പ്രദേശം, ഇടവഴിയുടെ 2 ഭാഗത്തും വള്ളി പടർപ്പുകൾ. ഒരുപാട് ചെറിയ പടികൾ കയറി അവൾ മുന്നോട്ട് നടന്നു. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അതിലും മുൻപന്തിൽ മറ്റെന്തോ ആയിരുന്നു. ആ പടികൾ കയറി കഴിഞ്ഞപ്പോൾ ഒരു വലിയ ആൽമരം, അതിനടുത്തായി ഒരു കുഞ്ഞു നാഗപ്രതിഷ്ഠ. ആമി അതിന് മുൻപിലുള്ള വള്ളിപ്പടർപ്പ് കൈകൊണ്ട് വകഞ്ഞു മാറ്റി. പ്രതിഷ്ഠയിൽ മുഴുവൻ ഭസ്മം നിറഞ്ഞിരുന്നു. ആമി കൈകൂപ്പി മുന്നിൽ നിന്നു. മനസ്സിൽ ആദിയുടെ ചിരിച്ച മുഖമായിരുന്നു. ഇടയ്ക്കിടെ വിരിയുന്ന അവന്റെ ചിരിയിൽ കവിളിൽ തെളിഞ്ഞു കാണുന്ന ആ നുണക്കുയെ അവൾ ഓർത്തു. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി പുറകിലേക്ക് ഒതുക്കി വെച്ച് തന്നെ നോക്കി കൺചിമ്മി പുഞ്ചിരിക്കുന്ന ആദിയെ മനസ്സിൽ വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എത്ര നേരം അവൾ അങ്ങനെ നിന്നെന്നറിയില്ല. ആരോ അവളുടെ ഷോൾഡറിൽ പിടിച്ചപ്പോൾ നെട്ടി അവൾ കണ്ണു തുറന്നു. പത്തിയോർത്തി തന്നെ നോക്കി നിൽക്കുന്ന ഒരു പാമ്പിനെ കണ്ടപ്പോൾ അവൾ പിന്നോട്ട് നീങ്ങി. പുറകിൽ ആരെയോ തട്ടി നിന്നു. ഏറെ പ്രതീക്ഷയോടെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആൽബിയാണ്. വിടർന്ന മുഖം പെട്ടെന്ന് തന്നെ മങ്ങി. ആൽബിയെ കണ്ടതും ആ പാമ്പ് തിരിച്ചുപോയി. നീ എന്തിനാ ഇവിടെ നിൽക്കണത്? ആൽബിയുടെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു. ഞാൻ ഇവിടെ ദേവി. ആമി എന്തൊക്കെയോ തപ്പിത്തടഞ്ഞു. നീ വാ, ഒരു സ്ഥലം വരെ പോവാനുണ്ട്. അത്രമാത്രം പറഞ്ഞ് അവളുടെ കൈ പിടിച്ചു. അവൻ അവിടെ നിന്ന് നടന്നു. ആൽബിയുടെ കാറിൽ എവിടേക്കെന്ന് അറിയാതെ ആമി പോകുമ്പോൾ ഹൃദയം അതിവേഗം മിടിച്ചിരുന്നു. കത്രീനുണ്ട് കൂടെ. അവർ അവളെ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരുന്നു. ആൽബി കണ്ണാടിയിലൂടെ അവളെ നോക്കി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടക്കാതെ അതിനെ സ്വതന്ത്രമാക്കി വിട്ടു. മെഡിക്കൽ കോളേജിന്റെ ബോർഡ് കണ്ടപ്പോൾ അവൾക്ക് ശരീരം തളർന്നു പോലെ തോന്നി. ആമിയുടെ കയ്യിൽ പിടിച്ച് ആൽബി മുന്നോട്ട് നടന്നു. നീണ്ട വരാന്തയിലൂടെ നടക്കുമ്പോൾ ആമി തലയോർത്തി നോക്കി. മുന്നിൽ കാണുന്ന ഐസുവിന്റെ വാതിൽ കണ്ടതും ആമി ആൽബിയുടെ കയ്യിൽ അള്ളിപ്പിടിച്ചു. അവനൊന്നില്ല, ചെറിയൊരു ആക്സിഡന്റ്. ആൽബി പറഞ്ഞു കേട്ട് ആമി വിതുമ്പി. ചുണ്ടുകൾ കടിച്ചു പിടിച്ചു അവനെ നോക്കി. ആൽബി അവളെ പിടിച്ചു മുന്നോട്ട് നടന്നു. ഐസിന്റെ മുന്നിലെ കസേരയിലിരിക്കുന്ന ക്രിസ്റ്റി അവളെ കണ്ട് എഴുന്നേറ്റു. ഒരു 3-4 ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. കൂട്ടം കൂടി നിന്ന് അവർ ഓരോന്ന് സംസാരിക്കാണ്. ആമി ഒന്നും വേണ്ടാതെ ആൽബിയുടെ കയ്യിൽ നിന്ന് വിട്ടുമാറി ഐസുവിന്റെ വാതിലൂടെ അകത്തേക്ക് നോക്കി. തലയിൽ വലിയ കെട്ടും ഓക്സിജൻ മാസ്കും മറ്റൊരുപാട് വരകളുടെ നടുവിൽ കിടക്കുന്ന ആദിയെ കണ്ട് ആമി പൊട്ടിക്കരഞ്ഞു. വാതിൽ പിടിച്ച് അവൾ ഓർന്നിറങ്ങി. ആൽബിയും ക്രിസ്റ്റിയും അവളെ ചേർന്ന് എഴുന്നേൽപ്പിച്ചു. അവിടെയുള്ള കസേരയിലിരുത്തി. ഡോക്ടർ എന്ത് പറഞ്ഞ്? അവിടെ നിൽക്കുന്ന മാർട്ടിൻ ആൽബിയോട് ചോദിച്ചു. ഒന്നും പറയാനായിട്ടില്ല, ഡോക്ടർ ഇപ്പോൾ വന്ന് പോയിട്ടേ ഉള്ളൂ. ആൽബി പറഞ്ഞു കേട്ട് ആമി തന്റെ മാറോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ആലിലെ താലി കയ്യിൽ പിടിച്ചു. ചുണ്ടോട് ചേർത്തു. കണ്ണുകൾ ഇറകിയടിച്ചു. കണ്ണിൽ നിന്ന് ധാരയായി ഒഴുകുന്ന കണ്ണുനീർ അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങി. കത്രീന അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അറിയാതെ ആമി കരഞ്ഞുകൊണ്ടിരുന്നു. അല്പസമയത്തിന് ശേഷം തന്നെ ആബിയും മിലിയും വന്നു. ആമിയുടെ കണ്ണുകൾ വറ്റി വരണ്ടു. അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു. കരഞ്ഞു കരഞ്ഞ് കണ്ണുകൾ കുഴിയിലായി. കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് രാശി പടർന്നു. ചുണ്ടുകൾ ഉണങ്ങി. ആമിയെ ആ ഒരു അവസ്ഥയിൽ കണ്ട എല്ലാവർക്കും ഉള്ളിലൊരു നോവായി മാറി. ആ കസേരയിൽ നിന്ന് അവൾ ഒന്നും മാറിയതുപോലുമില്ല. കൈ താലിയിൽ പിടിച്ച് കണ്ണടച്ചു ചാരിയിരിക്കുമ്പോഴാണ് ഒരു നേഴ്സ് ഐസുവിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുന്നത്. ആമി കണ്ണു തുറന്ന് അവരെ നോക്കി. അവരുടെ മുഖത്ത് എന്താണെന്ന ഭാവം അവൾക്ക് മനസ്സിലായില്ല. അവൾ എഴുന്നേറ്റ് എഴുന്നേറ്റു. ശരീരം തളർന്ന പോലെ തോന്നി അവൾക്ക്. ക്രിസ്റ്റി അവളുടെ അടുത്തേക്ക് വന്നു.
ക്രിസ്റ്റിച്ച എൻ്റെ ആദ്യമായിട്ട് ഐസിന്റെ വാതിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കേട്ട് ക്രിസ്റ്റി അവളുടെ പുറത്ത് മെല്ലെ തട്ടി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അതേ നേഴ്സ് തിരിച്ചു വരുമ്പോൾ കൂടെ ഡോക്ടർ ഉണ്ടായിരുന്നു. ആൽബി എന്തോ ചോദിക്കാൻ ചെന്നു ഡോക്ടർ തടഞ്ഞകത്തേക്ക് കയറി. ആമിക്ക് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ക്രിസ്റ്റി അവളെ അവിടെ തന്നെ ഇരുത്തി ആൽബിയുടെ അടുത്തേക്ക് നടന്നു. ഐസിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. ആമി അത് കണ്ടതും അയാളുടെ അടുത്തേക്ക് ഓടി. ഡോക്ടർ, എൻ്റെ ആദ്യേട്ടൻ എങ്ങനെയുണ്ട്? കണ്ണു തുറന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ? ആമി നിറകളോട് അയാളെ നോക്കി ചോദിച്ചു. ഡോക്ടർ അവളെ നോക്കി. ക്രിസ്റ്റി അവളെ ചേർത്ത് പിടിച്ചു. ആമി ഏറെ പ്രതീക്ഷയോടെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. ഡോക്ടർ അവളുടെ ഷോൾഡറിൽ ചെറുതായി തട്ടി ഒന്ന് പുഞ്ചിരിച്ചു. ആദിനാഥ് സാറിന് പ്രശ്നമൊന്നുമില്ല, കണ്ണു തുറന്നു. പക്ഷെ തലയിൽ ആയത്തുള്ള മുറിവായതുകൊണ്ട് കണ്ണു തുറന്നപ്പോൾ തൊട്ട് നല്ല വേദന. മയക്കത്തിനുള്ള ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്, ആൾ ഓക്കെയാണ് കേട്ടോ. ഡോക്ടറുടെ വാക്കുകൾ ആമിയുടെ മനസ്സിൽ വേനലിൽ പെയ്ത മഴ പോലെ കുളിരണിയിച്ചു. ആമി ഡോക്ടറുടെ മുമ്പിൽ കൈകൂപ്പി. ഡോക്ടർ അവളെ കൈപിടിച്ച് താത്തി. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. നന്ദി പറയണമെങ്കിൽ ദാ അവരോട് പറഞ്ഞാൽ മതി. ഡോക്ടർ അല്പം മാറി നിൽക്കുന്ന ഓട്ടോ ഡ്രൈവേഴ്സിനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. അവർ കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ടാണ് തൻ്റെ ആദ്യമായിട്ട് രക്ഷപ്പെട്ടത്. ആമി അവരെ നോക്കി പുഞ്ചിരിയോട്. അവളെ നോക്കി നിൽക്കുന്ന കാക്കി കുപ്പായക്കാരുടെ അടുത്തേക്ക് നടന്നു. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എനിക്കെന്റെ സന്തോഷമാണ് തിരിച്ചു വന്നത്. ഒരുപാട് നന്ദിയുണ്ട്. ആമി അവർക്ക് മുമ്പിൽ കൈകൂപ്പി കൊണ്ട് പറഞ്ഞു. നന്ദിയൊന്നും പറയണ്ട മോളെ, ഇത് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങളോട് തന്നെ ചെയ്യുന്ന തെറ്റുമായി പോയേനെ. ആദ്യ സാർ ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾക്കും പരിഗണനകൾക്കും ഇതൊന്നും കൊടുത്താൽ പോരാ. ഞങ്ങൾ ഓട്ടോ ഡ്രൈവർമാരെ പുച്ഛത്തള്ളുന്ന ഓരോ ഏമാന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ആളാണ് ആദ്യ സാർ. ആ നടുറോഡിൽ കുത്തുപറ്റി കിടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാതെ പോയാൽ പടച്ചോൻ പൊറുക്കുമ്പോളെ ഞങ്ങളോട്. കുത്തുപറ്റിയെന്ന് കേട്ടപ്പോൾ ആമി ആൽബിയെ ഒന്ന് നോക്കി. അവൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. അതിലൊരു ഓട്ടോ ചേട്ടൻ അത് പറഞ്ഞ് അവർ പോയി. ആമി അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് ഡോക്ടറുടെ നേരെ തിരിഞ്ഞു. ഞാനൊന്ന് കയറി കണ്ടോട്ടെ ഡോക്ടർ? ആമി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അയാളെ നോക്കി ചോദിച്ചു. ബോധം തെളിഞ്ഞ റൂമിലേക്ക് മാറ്റും, അപ്പോൾ കാണാം. ഡോക്ടർ ചിരിയോടെ മറുപടി കൊടുത്തു. ഞാനൊന്ന് കണ്ടു വേഗം ഇറങ്ങിക്കോളാം. പ്ലീസ് ഡോക്ടർ, ഒന്ന് കണ്ടാൽ മതി. ആൽബിച്ച ഒന്ന് പറ. അടുത്ത് നിൽക്കുന്ന ആൽബിയുടെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കയറി കണ്ടോ? അവളുടെ ഉള്ളിൽ സങ്കടം കണ്ടാവണം ഡോക്ടർ സമ്മതിച്ചത്. ആമി ഐസിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവളെ കണ്ടതും ട്രിപ്പ് ശരിയാക്കി കൊടുക്കുന്ന നേഴ്സ് മാറിക്കൊടുത്തു. ആമി ആദ്യയുടെ അടുത്തേക്ക് ചെന്നു. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവന്റെ തലയിലെ കെട്ടും കയ്യിലെ പ്ലാസ്റ്ററും കണ്ട് ആമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവന്റെ കൈപത്തി അവളുടെ കയ്യിലേക്ക് ചേർത്തു. ആ കൈയിലേക്കും അവന്റെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി. ഞാൻ പേടിച്ചു പോയി ആദ്യേട്ട, എന്നെ വിട്ടു പോകൂന്ന്. കാവിലമ്മ കാത്തതാ, തിരിച്ചു തന്നത് എന്റെ ജീവനെ. അവന്റെ കയ്യിൽ പിടിച്ച് മുഖത്തേക്ക് നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു. കൂടുതൽ സമയം ഇവിടെ ഇരിക്കാൻ പറ്റില്ലട്ടോ. ഒരു നേഴ്സ് പറഞ്ഞു കേട്ട് ആമി തലയാട്ടി. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ആമി അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൾ അവനിലേക്ക് ചാഞ്ഞു. ആദ്യമായി അവളുടെ ചുണ്ടുകൾ അവന്റെ നെറ്റിത്തടത്തിൽ പതിഞ്ഞു. ഏറെ പ്രണയത്തോടെ കരുതലോടെ ഒരു തുള്ളി കണ്ണുനീർ ആ വെള്ളക്കെട്ടിൽ പതിഞ്ഞു. അപ്പോഴും അവന്റെ കയ്യിൽ നിന്ന് അവൾ കൈയെടുത്തില്ല. ഒരു ചിരിയോടെ അവൾ കൈമാറ്റി പുറത്തേക്ക് നടന്നു. അത് കണ്ടു നേഴ്സ് ഒന്ന് ചിരിച്ചു. ആമി ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരുടെ കണ്ണുകളും അവൾക്ക് നേരെയായിരുന്നു. അവളുടെ മുഖത്ത് ചെറിയൊരു ചിരി കണ്ടപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. ആമിയൊന്നും പറയാതെ അവിടെയുള്ള കസേരയിലിരുന്നു. എന്നാൽ ഇനി മോള് പോയി ഈ ഡ്രസ്സെല്ലാം മാറ്റിവാ, ഒന്ന് കുളിച്ച ക്ഷീണമെല്ലാം മാറും. കത്രീന അവളുടെ തലയിൽ തലോടി. വേണ്ടമ്മേ, ആദ്യമായിട്ടൊന്ന് റൂമിലേക്ക് മാറ്റിയിട്ട് പോവാം. ആമി അവരോട് പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല. അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് ആമി സമ്മതിച്ചു. ആൽബിയും അവളുടെ കൂടെ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ കത്രീന അവരെ കൂടെ ആബിയെയും പറഞ്ഞയച്ചു. അമ്മച്ചിയും നീലയും വീട്ടിൽ തനിച്ചാണ്, അതുകൊണ്ട് അവളെ വീട്ടിലേക്ക് അയച്ചു. ആമി വീട്ടിലെത്തി വേഗം ഡോർ തുറന്ന് അകത്ത് കയറി. അവൾക്ക് എല്ലാത്തിനോടും ഒരുതരം വെപ്രാളമായിരുന്നു. കുളി കഴിഞ്ഞ് വേഗം ഇറങ്ങുമ്പോൾ അവൾക്ക് ആദിയുടെ അടുത്തെത്തുക എന്ന് മാത്രമായിരുന്നു. ആമി പുറത്തിറങ്ങുമ്പോൾ ആബിയും ആൽബിയും കൂടെ എന്തോ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അവളെ കണ്ട ഉടനെ അവർ അവളെ അടുത്തേക്ക് വന്നു. എന്നാൽ നീ വീട്ടിലേക്ക് വിട്ടോ, ഞങ്ങൾ പോയി വരാം. ആൽബി പറഞ്ഞു കേട്ട് ആബി തലയാട്ടി. അവരുടെ കാറ് ഗേറ്റ് കടന്നു പോയപ്പോഴാണ് ആബി വീട്ടിലേക്ക് കയറിയത്. ആൽബി ഒരു ഹോട്ടലിന്റെ മുമ്പിൽ കയറി നിർത്തി. ആമി സംശയത്തോടെ അവനെ നോക്കി. നീ ഒന്നും കഴിച്ചില്ലെന്ന് ആന്റി പറഞ്ഞു, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം, വാ. എനിക്ക് വേണ്ട ആൽബിച്ച, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോവാം. ആൽബി പറഞ്ഞതിന് മറുപടിയായി ആമി പറഞ്ഞു. ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നിന്നെ അവിടെ കേട്ടേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ആൽബി പറഞ്ഞു കേട്ട് അവൾ ദയനീയമായി അവനെ നോക്കി. പിന്നെ ആദ്യം കണ്ണു തുറന്നിട്ട് നിനക്കൊന്നും കഴിക്കാൻ പോലും വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊന്നാലോ? അതുകൊണ്ട് പൊന്നു മോൾ ഇറങ്ങ്, കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവും. ആൽബിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ട് ആമി മനസ്സില്ല മനസ്സോടെ ഇറങ്ങി. ആമിക്ക് ദോശയും കറിയും വാങ്ങിക്കൊടുത്ത് ആൽബി ഒരു ചായ മാത്രം വാങ്ങി. കുത്തു പറ്റിയതാണല്ലേ, എന്നോട് ഇതിനെ മറച്ചു വെച്ചത്. എനിക്കത് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആമി ആൽബിയോട് ചോദിച്ചു. നിന്നോട് മറച്ചു വെക്കണമെന്ന് കരുതിയതല്ല. ആ സമയത്ത് നീ അറിഞ്ഞാൽ
നിനക്ക് അതും കൂടെ താങ്ങില്ലെന്നറിയാം, അതാണ്. ആൽബി മറുപടി പറഞ്ഞു. ഇതവന്റെ ആളുകൾ തന്നെയാവും, എല്ലാം കണ്ടുപിടിക്കും, നീ ഇപ്പൊ കഴിക്കേ. ആൽബി പറഞ്ഞു കേട്ട് ആമി ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ ചെലുത്തി. പെട്ടെന്നാണ് ആൽബിക്ക് ഒരു കോൾ വന്നത്. അവൻ അറ്റൻഡ് ചെയ്തു. ആണോ, ഞങ്ങളിപ്പോ വരാം. ചായ ടേബിൾ വെച്ചുകൊണ്ട് ആൽബി പറഞ്ഞ് ഫോൺ കട്ടാക്കി. ക്രിസ്റ്റിയാണ് ആദ്യ റൂമിലേക്ക് മാറ്റിയെന്ന് ആൽബി പറഞ്ഞു കേട്ട് ആമിക്ക് പിന്നെ ഒന്നും തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയില്ല. കഴിപ്പി മതിയാക്കി അവളെ എഴുന്നേറ്റു. എന്റെ ആമി, നീ അത് മുഴുവൻ കഴിക്കേ. എനിക്ക് വേണ്ട. ആൽബിച്ച് വേഗം വന്നേ. അവളുടെ വെപ്രാളം കണ്ട് ആൽബി ചിരിച്ചുകൊണ്ട് കാറിൽ കയറി. ആമി ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ ആൽബിയുടെ കൂടെ വേഗത്തിൽ നടന്നു. മുന്നിൽ ക്രിസ്റ്റിയെ കണ്ടപ്പോൾ അവനോട് ഏതാ റൂമെന്ന് ചോദിച്ചറിഞ്ഞ് അവൾ അവിടേക്ക് നടന്നു. ആമി വാതിൽ പടിയിലെത്തി അകത്തേക്ക് നോക്കി. ചെറുചിരിയോടെ എല്ലാവരെയും നോക്കി കിടക്കുന്ന ആദിയെ കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. ആമിയെ കണ്ടപ്പോഴും എല്ലാവരും അവളെ നോക്കി ചിരിച്ചു. പക്ഷെ അവളുടെ കണ്ണുകൾ അവനിൽ മാത്രമായിരുന്നു. ആമി അവന്റെ അടുത്തേക്ക് നടന്നു. ആദ്യം അവളെ വെറുതെ നോക്കിയല്ലാതെ ഒന്ന് ചിരിച്ചതുപോലുമില്ല. അവൾക്കത് നന്നായി സങ്കടം തോന്നി. ആമി അവന്റെ അടുത്തേക്ക് നടന്നു. അടുത്തു നിൽക്കുന്ന ആൽബിയെ കണ്ട് അവൻ ചിരിച്ച് എന്തോ സംസാരിച്ചു. ആമിക്കത് സഹിക്കുന്നതിൽ അപ്പുറമായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആദ്യേട്ടാ. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. എല്ലാവരും സംശയം നിറഞ്ഞു. ആരാ? ആദിയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ആമി വല്ലാതായി. ഹൃദയം ഒരു നിമിഷം നിലച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഉള്ള തൊട്ടവൾ പ്രാർത്ഥിച്ചു. അടുത്തിരുന്ന ഒരു കസേരയിൽ പിടിമുറുക്കി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി.